السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على خاتم النبيين وسائر الأنبياء والمرسلين وآل كل والصحابة أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പരിഭാഷകൾക്കുമപ്പുറം എന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി 55-ാമത്തെ ക്ലാസ്സാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ അഹ്സാബിലെ 40-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 37 മുതൽ 39 വരെയുള്ള ആയത്തുകളിലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോറ്റുപുത്രനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയെ വിവാഹം കഴിച്ച വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചർച്ചയാണ്. ആ ചർച്ചയുടെ അവസാനം മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിർ റസൂലല്ലാഹ് വഖാതമൻ നബിയ്യീൻ വകാനല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമാ. മാ കാന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ല അബാ അഹദിൻ മിൻ റിജാലിക്കും, നിങ്ങളിൽ നിന്നുള്ള പുരുഷന്മാരിൽപ്പെട്ട ആരുടെയും പിതാവല്ല. വലാകിർ റസൂലല്ലാഹ്, പക്ഷേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ്, ദൂതരാണ്. വഖാതമൻ നബിയ്യീൻ, അവസാന പ്രവാചകരും ആണ്. വകാനല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും അറിയുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 37 മുതൽ 39 വരെ സൂറത്തുൽ അഹ്സാബ് 37 മുതൽ 39 വരെയുള്ള ആയത്തുകളിലായിട്ട് വിശദീകരിച്ചു. അന്ന തസ്വീജ മിനൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പക്കൽ നിന്നും സൈനബ് റളിയല്ലാഹു അൻഹയുടെ വിവാഹം ലം യകുൻ, ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹുവിൻ്റെ വിശദീകരണമാണ്. വെറും പരിഭാഷകൾ മാത്രം വായിച്ചാൽ ഈ പറഞ്ഞതായ ആശയങ്ങൾ ഗ്രഹിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് നമ്മുടെ പ്രമേയം തന്നെ പരിശുദ്ധ ഖുർആൻ പരിഭാഷകൾക്കുന്നപ്പുറമാണ്. സൂറത്തുൽ അഹ്സാബിലെ 40-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണം തന്നെ തുടങ്ങുന്നത് അന്ന തസ്വീജ മിനൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിക്കൽ ലം യകുൻ ലിഖളാഇ ശഹവത്തിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സൈനബ് റളിയല്ലാഹു അൻഹയുടെ വിവാഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വികാര പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല, ശഹവത്ത് വീട്ടുന്നതിന് വേണ്ടിയിട്ടായിരുന്നില്ല. ബല്ലി ബയാനി ശരീഅത്തെ, മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ നിയമം വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. ബിഫിഅലിഹി, ശാരി ആകുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവൃത്തി കൊണ്ട്, അതേ നബിതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട്, പോറ്റുമക്കളൊന്നും യഥാർത്ഥ പുത്രന്മാരെ പോലെയല്ല, അങ്ങനെ യഥാർത്ഥ പുത്രന്മാരെ പോലെയാണെന്ന് വിശ്വസിച്ചവരുടെ അടുക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമം വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൈനബ് റളിയല്ലാഹു അൻഹയെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൈനബ് റളിയല്ലാഹു അൻഹയെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തത്. ഫഇന്ന ശർഅ, തീർച്ചയായിട്ടും ശർഇയായ നിയമം, യുസ്തഫാദ് മിൻ ഫിഅലിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവൃത്തിയിൽ നിന്നും ശരീഅത്തിന്റെ നിയമം ഗ്രഹിക്കുന്നതാണ്, മനസ്സിലാക്കുന്നതാണ്. സുമ്മ ബയ്യന, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു അന്ന തസവ്വുജഹു അലൈഹിസ്സലാം, 37-ാമത്തെ ആയത്ത് മുതൽ സൂറത്തുൽ അഹ്സാബിൻ്റെ 37 മുതൽ 39 വരെയുള്ള ആയത്തിൻ്റെ ആശയം എന്താണെന്ന് ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു
തൻ്റെ തഫ്സീറുൽ കബീറിൽ വിശദീകരിക്കുകയാണ്. അന്ന തസവ്വുജഹു അലൈഹിസ്സലാം ബിസൈനബ് മഅ അന്നഹു കാന മുബയ്യിനൻ ലിശ്ശർഇൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചെടുക്കുന്നത് അതേ ശരീഅത്തിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമം വിശദീകരിക്കലോടുകൂടി തന്നെ മുസ്തമിലൻ ഈ വിവാഹം ചുറ്റിയിരിക്കുന്നു അലാ ഫായിദത്തിൻ ഒരു ഗുണത്തിന്റെ മേൽ, ഫായിദയുടെ മേൽ. എങ്ങനത്തെ ഫായിദയാണ്? കാന ആ ഫായിദയായിട്ടുണ്ട് ഖാലിയം മിനൽ മഫാസിദ് കുഴപ്പങ്ങളെ തൊട്ടും അതേ ഫിത്നകളെ തൊട്ടും അതേ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പാടില്ലാത്തതായ വിഷയത്തിനെ തൊട്ട് ഈ വിവാഹം ഒഴിവായിട്ടുണ്ട്. ഫഖാല അല്ലാഹു തആല തുടർന്ന് പറഞ്ഞതെന്താണ്? മകാന അലൻ നബിയ്യ മിൻ ഹറജൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതാ പോറ്റുപുത്രന്റെ ഭാര്യയാകുന്ന സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു കൊടുത്തതിന് ശേഷം ആ വിവാഹം കഴിക്കുന്നതിൽ യാതൊരു കുഴപ്പവും, യാതൊരു മനഃശാസ്ത്രപരമായ രൂപത്തിൽ യാതൊരു അതേ പാടില്ലാത്തതായ വിഷയങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടില്ല. മകാന അലൻ നബിയ്യ മിൻ ഹറജൻ, നബി തങ്ങളുടെ മേൽ യാതൊരു കുറ്റവുമില്ല. ഫീമാ ഫറളല്ലാഹു ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കണക്കാക്കിയ വിഷയത്തിൽ സുന്നത്തല്ലാഹി ഫില്ലദീന ഖലൗ മിൻ ഖബൽ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദ് റളിയല്ലാഹു അൻഹു ഒഴിവാക്കിയതായ ഭാര്യയെ സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുക എന്നത് സുന്നത്തല്ലാഹി അല്ലാഹുവിൻ്റെ കീഴ്വഴക്കമാണ്, അവൻ്റെ ചര്യയാണ്. ഫില്ലദീന ഒരു വിഭാഗത്തിൽ. എങ്ങനെയുള്ള വിഭാഗം? ഖലൗ മിൻ ഖബൽ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പാക്കിയതായ കീഴ്വഴക്കമാണ്, ചര്യയാണ്. വക്കാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം അത് നിശ്ചയിക്കപ്പെട്ടതായിരിക്കുന്നു, സംഭവിക്കുന്നതാണ്. എന്താണ് ഈ ആയത്തിന്റെ ആശയം? യഅനി കാന ശർഅ മൻ തഖദ്ദമ, കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ശർഅം കദാലിക ഇപ്രകാരമായിരുന്നു. എന്താണ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ശർഅ? കാന യതസവ്വജുൽ അംബിയാ, കഴിഞ്ഞു പോയ നബിമാരും വിവാഹം കഴിച്ചിരുന്നു. ബിനിസ്വത്തിൻ കസീറ, ധാരാളം സ്ത്രീകളെ കഴിഞ്ഞു പോയ പ്രവാചകന്മാർ വിവാഹം കഴിച്ചു. ആ സ്ത്രീകളുടെ കൂട്ടത്തിൽ അബ്കാരൻ, കന്യയായ സ്ത്രീകളുണ്ട്. വമുതല്ലഖാത്തുൽ ഖൈരി, അതേ മറ്റുള്ളവർ ഒഴിവാക്കിയത്, മറ്റു പുരുഷന്മാർ തലാക്ക് ചൊല്ലിയതായ സ്ത്രീകളെയും നമ്പിയാക്കന്മാർ വിവാഹം കഴിച്ചിട്ടുണ്ട്. എന്താണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പോറ്റുപുത്രനായിരുന്ന സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നു. എപ്പോഴാണ്? സയ്യിദ് റളിയല്ലാഹു അൻഹു വിവാഹമോചനം നടത്തിയതിന് ശേഷം ആ വിവാഹത്തിൽ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ കീഴ്വഴക്കമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാര് ധാരാളം സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ആ സ്ത്രീകളുടെ കൂട്ടത്തിൽ കന്യയായ സ്ത്രീകളുണ്ട്, മറ്റുള്ളവർ ത്വലാഖ് ചൊല്ലപ്പെട്ടതായ ഒഴിവാക്കിയ സ്ത്രീകളുമുണ്ട്. ആ കീഴ്വഴക്കമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെയും പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സൂറത്തുൽ അഹ്സാബിലെ 47 മുതൽ 50 വരെയുള്ളതായ ആയത്തുകൾ ഓതിക്കൊണ്ട് ആ ആയത്തിന്റെ പരിഭാഷകൾ മാത്രം വായിച്ചുകൊണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിമർശിക്കുന്നവർ യഥാർത്ഥത്തിൽ അവർ ഖുർആൻ പഠിക്കാൻ ഭാഗ്യം ലഭിക്കാത്തവരാണ്. ഖുർആന്റെ യാഥാർത്ഥ്യം എന്താണ്? ഖുർആന്റെ ഹഖീഖത്ത് മാഹിയത്ത് ഹുവിയത്ത് വെറും പരിഭാഷയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതായ ഖുർആൻ ലോക മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നതും ഏതെങ്കിലും ഭാഷയിലുള്ളതായ പരിഭാഷകളല്ല എന്ന് എക്സ് മുസ്ലിം വിമർശിക്കുന്നവര് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ലമ്മാ ബയ്യനല്ലാഹു മാഫി തസവ്വുജൻ നബിയ്യ ബിസൈനബ് മിനൽ ഫവായിദ് ബയ്യന അന്നഹു കാന ഖാലിയൻ മിൻ വുജൂഹിൽ മഫാസിദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്
സൈനബ് റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചു കൊടുത്തതിൽ അടങ്ങിയിരിക്കുന്ന ഫായിദ ഗുണങ്ങൾ എന്താണെന്ന് വിശദീകരിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു, അന്നഹു തീർച്ചയായിട്ടും സൈനബ് റളിയല്ലാഹു അൻഹയുടെ വിവാഹം കാന ഖാലിയം മിൻ വുജൂഹിൽ മഫാസിദ്, അതിൽ യുക്തിരഹിതമായ ഒരു വിഷയവും തന്നെ അതിലെന്താണ് സംഭവിച്ചിട്ടില്ല. യുക്തിസഹജമായ കാര്യങ്ങളാണ് ആ വിവാഹത്തിലും അടങ്ങിയിരിക്കുന്നത്. വദാലിക ലിഅന്നമാ കാന യുതവഖമു മിനൽ മഫ്സദത്തി, അവിടെ പാടില്ല എന്ന വിഷയം കാന മുൻഹസിറൻ ഫിത്തസവ്വുജി ബിസൗജത്തിൽ ഇബ്നി, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പാടില്ല, മഫ്സദത്താണെന്ന് പറയുന്നത് സ്വന്തം സുൽബിൽ നിന്നുള്ള സ്വന്തം സന്താനത്തിൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കൽ മാത്രമാണ് പാടില്ല എന്നുള്ളത്. അല്ലാതെ ഫഇന്നഹു ഗൈറു ജായിസൻ, സ്വന്തം പുത്രന്റെ ഭാര്യയെ വിവാഹം കഴിക്കുക എന്നത് മഫ്സദത്താണ്, അതിൽ ഗുണമില്ല, അതിൽ യാതൊരു പ്രയോജനവുമില്ല, അതുകൊണ്ട് അത് പാടില്ലാത്തതാണ്. ഫഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇവിടെ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാകുന്ന സൈനബ് റളിയല്ലാഹു അൻഹയെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിച്ചു എങ്കിൽ ഇന്ന സയ്യിദൻ, തീർച്ചയായിട്ടും സയ്യിദ് ലം യകുൻ ഇബ്നൻ, അതേ ലഹു ലം യകുൻ ഇബ്നൻ ലഹു, സയ്യിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ പുത്രനായിരുന്നില്ല. ലാ എന്ന് മാത്രമല്ല, ബൽ അഹദുറ്റിജാരി, ഒറ്റ പുരുഷന്മാരും ലം യകുൻ ആയിട്ടില്ല ഇബ്ന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദ് റളിയല്ലാഹു അൻഹു എന്ന് മാത്രമല്ല ഒരു പുരുഷന്മാരും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുത്രനായിരുന്നില്ല. അപ്പോൾ ഫൈൻ ഖാല ഖായിലുൻ, ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു എന്നെ ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുരുഷന്മാരിൽ നിന്നും ആരുടെയും പിതാവല്ല എന്ന് പറയുമ്പോൾ ഒരു ചോദ്യകർത്താവ് ചോദിച്ചാൽ അന്നബിയു കാന അബാ അഹദിൻ മിനറ്റ് റിജാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആൺമക്കളുടെ, അതേ ആൺകുഞ്ഞുങ്ങളുടെ പിതാവായിരുന്നല്ലോ. ലിഅന്ന റജുല, റജുലി എന്ന പ്രയോഗം ഇസ്മുദ്ദക്കരി മിൻ ഔലാദി ആദം, മനുഷ്യ ആദം നബി അലൈഹിസ്സലാമിൻ്റെ സന്തതികളിൽ നിന്നുള്ള ആൺകുഞ്ഞുങ്ങൾക്ക് പറയുന്നതാണല്ലോ റജുലി എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇബ്രാഹിം എന്ന് പറയുന്നതായ ആൺകുഞ്ഞുണ്ടായിരുന്നു, അബ്ദുള്ള എന്ന് പറയുന്ന ആൺകുഞ്ഞുണ്ടായിരുന്നു, ഖാസിം എന്ന് പറയുന്ന ആൺകുഞ്ഞുണ്ടായിരുന്നല്ലോ. അപ്പോഴെങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാ ബൽ അഹദുറ്റിജാരി ലം യകുൻ ഇബ്ന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒറ്റ ആൺകുഞ്ഞുങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുത്രന്മാരായിരുന്നില്ല എന്നെങ്ങനെ പറയും എന്നാരെങ്കിലും ചോദിച്ചാൽ, മാത്രമല്ല ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസാ 176 ആയത്തിൽ തന്നെ പറയുന്നു, വൈൻ കാനൂ ഇഖ്വതൻ, അതെ മരണപ്പെട്ടതായ വ്യക്തിയുടെ അനന്തരാവകാശികൾ സഹോദരങ്ങളായിരുന്നാൽ എന്ന് പറഞ്ഞതിന് ശേഷം റിജാലം വനിസാ, ഖുർആനിൽ തന്നെ റിജാലൻ എന്നത് ആൺകുഞ്ഞുങ്ങൾക്കും പ്രായപൂർത്തി എത്താത്തവർക്കും റിജാലൻ എന്നാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നിങ്ങളെങ്ങാനും ചോദിച്ചാൽ, വസ്വബിയ്യു, അതേ പ്രായപൂർത്തി എത്താത്ത കുഞ്ഞുങ്ങൾ ദാഖിലും ഫീഹി റിജാലൻ എന്ന പ്രയോഗത്തിൽ പ്രവേശിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആണുങ്ങളിൽ നിന്നുള്ള റിജാലിൽ നിന്നുള്ള ആരുടെയും പിതാവായിരുന്നില്ല എന്ന് പറയുമ്പോൾ പ്രായപൂർത്തി എത്താത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൺകുഞ്ഞുങ്ങളുടെയും പിതാവല്ലേ എന്നാരെങ്കിലും സംശയം ഉന്നയിച്ചാൽ ഫനഖൂൽ, ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തന്നെ തൻ്റെ തഫ്സീറുൽ കബീറിൽ പറയുന്നു, ഫനഖൂലു, ആ സംശയത്തിന് നമ്മൾ മറുപടി പറയും. എന്താണ് അൽ ജവാബ് അൻഹു മിൻ വജ്ഹൈനി, രണ്ട് രൂപത്തിൽ ഈ സംശയത്തിന് മറുപടി പറയാം. അഹദുഹുമാ, രണ്ടിൽ ഒന്നാമത്തത്, ഇന്നർ റജുല, അർറജുലി എന്നാണ് ഖുർആനിൽ ഉപയോഗിച്ചത്. റജുലി എന്ന പദം ഫിൽ ഇസ്തിഅമാൽ, അറബികളുടെ ഇസ്തിഅമാലിൽ യദ്ഖുലു ഫീ മഫ്ഹൂമിഹി, അർറജുലി എന്നാൽ റജുലി എന്ന് പറഞ്ഞാൽ അതെ റജുലിന്റെ ബഹുവചനമാണ് റിജാല്. റജുലി എന്ന പദത്തിന്റെ യദ്ഖുലു ഫീ മഫ്ഹൂമിഹി, അതിൻ്റെ ആശയത്തിൽ അതിൻ്റെ മഫ്ഹൂമിൽ പ്രവേശിക്കുന്നത് അൽ കിബർ വൽ ബുലൂഅ്,
പ്രായപൂർത്തിയെത്തിയ മുതിർന്നവർക്കാണ് അറബികളുടെ ഇസ്തിഅമാലനുസരിച്ച് അതാ പുരുഷൻ എന്ന് പറയുന്നത്. അറബികളുടെ ഇസ്തിഅമാലനുസരിച്ച് റജുൽ എന്ന് ഉപയോഗിച്ചാൽ പ്രായപൂർത്തിയെത്തിയ മുതിർന്നവരെ സംബന്ധിച്ചാണ് പറയുന്നത്. വലം യകുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നില്ല ഇബ്നുൻ കബീറുൻ യുഖാലു ഇന്നഹു റജുലുൻ. അറബികളുടെ പ്രയോഗമനുസരിച്ച്, അവരുടെ ശൈലി അനുസരിച്ച് റജുലുൻ എന്ന് പറയുന്നതായ പ്രായം എത്തുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു മക്കളും ഉണ്ടായിരുന്നില്ല. ഇതൊരു മറുപടിയാണ്. വസാനി, രണ്ടാമത്തെ മറുപടി, ഹുവ അന്നഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാല, അവൻ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എന്താണ്? മിർജാലിക്കും എന്നാണ്. നിങ്ങളുടെ കൂട്ടത്തിലുള്ളതായ പുരുഷന്മാരിൽ നിന്നും ആരുടെയും മിർജാലിക്കും എന്നാണ് പറഞ്ഞത്. വഖ്തൽ ഖിതാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ ആയത്ത് കൊണ്ട് അഭിസംബോധന ചെയ്യുന്ന സമയത്ത് ലം യകുൻ ലഹു, നബി തങ്ങൾക്കുണ്ടായിരുന്നില്ല വലദുൻ ദക്കറുൻ, പ്രായപൂർത്തിയായവരോ അല്ലെങ്കിൽ പ്രായപൂർത്തിയല്ലാത്തതായ ഒരു ആൺകുഞ്ഞുങ്ങളും ആ സമയത്ത് ഈ ആയത്തിറങ്ങുന്ന സമയത്തില്ലാതിരുന്നു. സുമ്മ ഇന്നഹു തആല, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലമ്മാ നഫാ കൗനഹു അബൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരുടെയും പിതാവല്ല എന്ന് വ്യക്തമാക്കിയതിനു ശേഷം അഖബഹു ബിമാ യദുല്ലു അലാ സുബൂതി മാ ഹുവ ഫീ ഹുക്മുൽ ഉബുവ്വത്തി മിൻ ബഅദൽ വുജൂഹ്, ആരുടെയും പിതാവല്ല, യഥാർത്ഥ പിതാവല്ല എന്ന് സ്ഥിരപ്പെടുത്തിയതിനു ശേഷം അതേ പിതാവിൻ്റെ ആ ആശയങ്ങൾ വ്യക്തമാക്കുന്നതായ കാര്യത്തിനെ ഉടനെ തന്നെ തുടർത്തിക്കൊണ്ടുവന്നു. ഫഖാല, എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വലാകിൻ റസൂലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യഥാർത്ഥത്തിൽ ആരുടെയും പിതാവല്ല, പക്ഷേ അല്ലാഹുവിൻ്റെ റസൂലാണ്. ഫഇന്ന റസൂലല്ലാഹി, അല്ലാഹുവിൻ്റെ റസൂൽ കൽ അബി, അതേ പിതാവിനെ പോലെയാണ്. യഥാർത്ഥ പിതാവല്ല, പക്ഷേ നിയമപരമായിട്ട് പിതാവിനെ പോലെയാണ്. കൽ അബീലിൽ ഉമ്മത്തെ, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സമുദായത്തിൻ്റെ പിതാവിനെ പോലെയാണ്. ഏത് വിഷയത്തിൽ? ഫിശ്ശബഖത്തി മിൻ ജാനിബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പക്കൽ നിന്നും ഉമ്മത്തിനോട് സ്നേഹമുണ്ടാവുക എന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിൻ്റെ പിതാവിനെ പോലെയാണ്. വഫിത്തഅലീമി മിൻ ജിഹത്തിഹിം, ഉമ്മത്ത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കുക എന്ന വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ റൂഹിൻ്റെ പിതാവിനെ പോലെയാണ്. വഖാതമൻ നബിയ്യീൻ, മാത്രമല്ല നബിയ അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് മാത്രം പറഞ്ഞു നിർത്തിയിട്ടില്ല, നബിമാരുടെ അവസാനത്തവരുമാണ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വദാലിക ലിഅന്ന നബിയല്ലദീ യകൂനു ബഅദഹു നബിയ്യൻ, ഒരു നബിയെ, ആ നബിക്ക് ശേഷം മറ്റൊരു നബിയും കൂടി ഉണ്ടായാൽ ഇൻതറക ശൈഅൻ മിനൻ നസീഹത്തി വൽ ബയാനി, ഒന്നാമത്തെ നബി ഏതെങ്കിലും വിശദീകരണത്തിനെയോ എന്തെങ്കിലും നസീഹത്തിനെയോ ഒഴിവാക്കിയാൽ ശേഷം വരുന്നതായ നബിയാകുന്നത് വീണ്ടെടുത്ത് പരിഹരിക്കുന്നതാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഖാതമൻ നബിയീൻ, അവസാന നബിയാണെന്നാണ് തുടർന്ന് വിശദീകരിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആൻ, ഈ ഖുർആൻ വിമർശിക്കുന്നവർ മുഴുവനും ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിക്കാത്തവരാണ്. ഖുർആനിൻ്റെ നിർവചനം എന്താണെന്നറിയാത്തവരാണ്. ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ പദങ്ങളുടെയും അതിൻ്റെ ഹഖീഖത്ത്, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, അതിൻ്റെ സത്ത എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവരാണ്. വെറും പരിഭാഷകൾ മാത്രം സ്വന്തം യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് സ്വയം പഠിച്ചവരാണ്. അതൊരു ഗുരുനാഥൻ്റെ സഹായം കൂടാതെ പഠിച്ചവരാണ്. അത് കാരണമായിട്ടാണ് അവർ വഴിപിഴയ്ക്കാനുള്ള കാരണമായി മാറിയത്. കണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരുടെയും പിതാവല്ല എന്ന് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ അള്ളാഹുവിൻ്റെ ദൂതരാണ്, മാത്രമല്ല ഖാതിമൻ നബിയുമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് വഅമ്മാമൻ ലാ നബിയ ബഅദഹു, ഒരു പ്രവാചകർ, ആ പ്രവാചകർക്ക് ശേഷം മറ്റൊരു നബി ഇല്ലാതിരുന്നാൽ യകൂനു, ആ നബിയാകും അഷ്ഫഖാല ഉമ്മത്തിഹി, ഇനി എനിക്ക് ശേഷം മറ്റാരുമില്ല,
ഞാൻ ഉപേക്ഷിക്കുന്നത് വിശദീകരിച്ചു കൊടുക്കുവാനോ വീണ്ടെടുക്കുവാനോ അതിനെ സംബന്ധിച്ച് ഗുണം ഉപദേശിക്കാനോ മറ്റാരുമില്ലാത്ത സാഹചര്യമാകുമ്പോൾ, അവസാനത്തെ നബിയാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ആ നബി അഷ്ഫഖാല ഉമ്മത്തിഹി, അവിടുത്തെ സമുദായത്തിനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുടയവരാകും. വാഹദാലഹും, ആ ജനതയെ ഏറ്റവും കൂടുതൽ സന്മാർഗത്തിലേക്ക് നയിക്കും. വഅജ്ദ, ഏറ്റവും കൂടുതൽ എന്താണ് ആ ഉമ്മത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യും. ഇത് കാരണം ഹുവ കൽ വാലിദി ലിവലദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരുടെയും പിതാവല്ല, പക്ഷേ അവിടുത്തെ ഉമ്മത്തുകൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളെ പോലെയാണ് സ്നേഹത്തിന്റെ വിഷയത്തിൽ. അല്ലദീ ലൈസ ലഹു ഗൈറുഹു മിൻ അഹദിൻ, മറ്റാർക്കും ഇല്ലാത്തതായ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പറഞ്ഞ വിശദീകരണങ്ങളെല്ലാം തഫ്സീർ റാസി നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വകാന അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമ, യഅനി ഇൽമഹു ബികുല്ലി ഷൈഇൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങൾ കൊണ്ടും അറിയുന്നവനാണ്. എല്ലാ കാര്യങ്ങൾ എന്നതിൽ ദഖല ഫീഹി അല്ലാ നബിയ ബഅദഹു, എല്ലാ കാര്യങ്ങൾ വകാന അല്ലാഹു, അല്ലാഹ് ആയിരിക്കുന്നു, ബികുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളെ കൊണ്ടും അലീമാണ്, എല്ലാ വിഷയങ്ങളും അറിയുന്നവനാണ്. ആ എല്ലാ വിഷയങ്ങളിൽ പെട്ടതാണ് അൻലാ നബിയ ബഅദഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം മറ്റൊരു നബിയില്ല. ഫഉലിമ അന്ന മിനൽ ഹിക്മത്തി കമാ ഇക്മാലു ശർഇ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിതസവ്വുജിഹി ബിസൗജത്തി ദഅയിഹി തക്മീലൻ ലിശ്ശർഇ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോറ്റുപുത്രന്റെ ഭാര്യയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് വഴിയായിട്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമത്തിന് അല്ലാഹു തആല പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. പോറ്റുമക്കൾ യഥാർത്ഥ മക്കളെപ്പോലെയല്ല. വദാലിക മിൻ ഹൈസു ഇന്ന ഖൗലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഫീദു ശർഅൻ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞാൽ മതിയാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാകുന്നത് നിയമത്തിനെ ഗുണമാക്കി, നിയമത്തിന് വിശദീകരിച്ചു തരുന്നു. ലാക്കിൻ, പക്ഷേ ഇദം തന അഹുവ അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വിഷയം പറയുകയും പറഞ്ഞതായ വിഷയം പ്രവർത്തിക്കുന്നതിനെ തൊട്ട് നബി തങ്ങൾ മാറി നിൽക്കുകയും ചെയ്താൽ, ഒരു വിഷയം നിങ്ങൾ പ്രവർത്തിച്ചോളേൻ, അതേ പോറ്റുമക്കളാകുന്നത് യഥാർത്ഥ മക്കളെപ്പോലെയല്ല. ആ പോറ്റുമക്കൾ വിവാഹം കഴിച്ച സ്ത്രീയെ മറ്റുള്ളവർക്ക് എന്താണ്, ആ പിതാവിന് തന്നെ വിവാഹം കഴിക്കാൻ പറ്റും എന്ന നിയമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുകൊടുത്താൽ പറയുന്നതോടുകൂടി തന്നെ നിയമമായി മാറുമെങ്കിലും, ലാക്കിൻ ഇദം തന ആഹുവ അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവർത്തിക്കുന്നതിനെ തൊട്ട് മാറി നിൽക്കുമ്പോൾ യബ്ഖാ ഫീ ബഅദിൻ നുഫൂസി, ചിലർക്ക് എന്താണ് നിഫ്രത്തൻ, വെറുപ്പ് ബോധ്യപ്പെടും. അലാ തറ, നീ കാണുന്നില്ലയോ? ഇമാം ഫഖറുദ്ദീൻ റാസി തങ്ങളുടെ വിശദീകരണമാണ്. അന്നഹു ദക്കറ ബിഖൗലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വാക്കുകൊണ്ട് പറഞ്ഞു, മാ ഒന്നിന്, ഫുഹിമ മിൻഹു, അതിൽ നിന്നും മനസ്സിലാക്കപ്പെടും, ഹില്ലു അക്കലി ലബ്ബി, ലബ്ബിനെ, ഉടുമ്പിനെ ഭക്ഷിക്കൽ ഹലാലാണ് എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ലബ്ബിനെ ഭക്ഷിക്കൽ ഹലാലാണെന്നതിൻ്റെ മേൽ അറിയിക്കുന്നതായ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. സുമ്മ ലമ്മാ ലം യഅകുൽഹു, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ഭക്ഷിക്കാതിരുന്നപ്പോൾ ബഖിയ ഫിൻ നുഫൂസി, ചില നഫ്സുകളിൽ, ചില ശരീരങ്ങളിൽ ശേഷിച്ചു, ഷൈഅൻ, അത് പറ്റുമോ ഇല്ലയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിക്കുവാൻ വേണ്ടി പറഞ്ഞു, പക്ഷേ നബി തങ്ങൾ കഴിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ വിഷയത്തിൽ ചിലർക്ക് സംശയമുണ്ടാകും. ആ സംശയം ദൂരീകരിക്കുന്നതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാമാകുന്ന ഖുർആനിൽ കൂടെ അതേ പോറ്റുമക്കൾ യഥാർത്ഥ സന്താനങ്ങളെ പോലെയല്ല എന്ന് പറഞ്ഞതിന് ശേഷം ആ പറഞ്ഞതായ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ നഫ്സിലുണ്ടായിരുന്ന നിഫ്രത്ത് മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. അല്ലാഹുവിൻ്റെ ശരീഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. നോക്കിക്കോ, വലമ്മ
അക്കല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷിച്ചു. ലഹ്മൽ ജമൽ ഒട്ടകത്തിൻ്റെ മാംസം നബി തങ്ങൾ ഭക്ഷിച്ചു. ത്വാബാക്കലുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടകത്തിൻ്റെ മാംസം ഭക്ഷിച്ചപ്പോൾ മറ്റുള്ളവരെല്ലാം അത് ഭക്ഷിക്കുന്നത് വളരെ സന്തോഷകരമായ രൂപത്തിൽ ഇഷ്ടപ്പെട്ടതായി. എന്തോടുകൂടി അന്നഹു ഫീ ബഅദിൽ മിലലിലായി ഉക്കലു കഴിഞ്ഞു പോയ സമുദായത്തിൽപ്പെട്ടതായ ചില മില്ലത്തുകളിൽ അത് ഭക്ഷിക്കാതിരുന്നിട്ട് പോലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ആ വിഷയം ഏറ്റെടുക്കുന്നതിൽ ഉമ്മത്തുകൾക്കെല്ലാവർക്കും പരിപൂർണതയുണ്ടാകും. ആ പരിപൂർണത വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൈനബ് റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തത്. ഇത് ഈ പറയുന്നതായി എൻ്റെ സ്വന്തം യുക്തി കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ കണ്ടെത്തലോ അല്ല. മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ സൈനബ് റളിയല്ലാഹു അൻഹയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ അഹ്സാബ് 37, 38, 39 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണത്തിന് ശേഷം 40-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പൂർത്തീകരിക്കുകയാണ്. ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചത് അവിടുത്തെ ശഹവത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല, അവരുടെ ശാരീരിക ആവശ്യ നിർവഹണത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല. അള്ളാഹുവിൻ്റെ ശരീഅത്ത്, ആ ശരീഅത്തിൻ്റെ വിശദീകരണത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഇതുപോലെയാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിച്ചത്. അതിൽ കൂടി പ്രായപൂർത്തിയാകാത്തവരെ വിവാഹം നടത്തിയാൽ ആ ഇടപാട്, ആ അഖദ് സ്വഹീഹാകും എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് എന്താണ്? ഈ പറയപ്പെട്ടത് രണ്ട് വിഷയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജവാസിന് അനുവദന്യമാണെന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി ചെയ്യുമ്പോൾ അനുവദന്യമാണെന്ന് വിശദീകരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചതായ പ്രവർത്തികൾ മുഴുവനും ഉമ്മത്തുകൾ മുഴുവനും പ്രവർത്തിക്കൽ നിർബന്ധമാണ് എന്നെവിടെ നിന്നാണ് കിട്ടുന്നത്? അത് ഖുർആനിൻ്റെ ഓരോ ആയത്തുകളുടെയും ഹദീസുകളുടെയും ഉസൂലുൽ ഫിഖ് അതെന്താണെന്ന് പഠിക്കാൻ കഴിയാത്തവരാണ് ഈ പറയപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹയുടെ വിവാഹവും ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹവും വെറും പരിഭാഷകൾ മാത്രം വായിച്ചുകൊണ്ട് എക്സ് മുസ്ലിം എന്ന് പറയുന്നവർ ഞങ്ങൾ മുസ്ലിമായിരുന്നു, ഞങ്ങൾ കൂടുതൽ ഖുർആൻ പഠിച്ചവരാണ്, ഞങ്ങൾ കൂടുതൽ ഹദീസുകൾ പഠിച്ചവരാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ വിമർശിക്കുന്നത് യഥാർത്ഥത്തിൽ അവർ പഠിക്കാതെ അറിയാതെ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ഖുർആനിൻ്റെ ആ അറബി ഭാഷയിൽ ഇറക്കപ്പെട്ട ഖുർആനിൻ്റെ അറബികളുടെ ഇസ്തിലാഹും അറബികളുടെ ശൈലിയും മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് എന്ന് പ്രിയമുള്ള സഹോദരങ്ങൾ മനസ്സിലാക്കുക. ഖുർആൻ പരിഭാഷകൾ മാത്രം വായിച്ചാൽ അറബികളുടെ ഇസ്തിലാഹും അറബികളുടെ വദഉം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവർ ഈ ആയത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് എന്താണ്? അല്ലാഹു തആല ഈ ആയത്തുകൾ കൊണ്ട് ഉദ്ദേശിച്ച അള്ളാഹുവിൻ്റെ മുറാദ്, ഉദ്ദേശം വെറും പരിഭാഷകൾ മാത്രം വായിക്കുന്നവർക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. ഇതേ അവസ്ഥ തന്നെ ഹദീസുകളുടെ പരിഭാഷകൾ മാത്രം വായിക്കുമ്പോൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസ് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഇപ്രകാരം തന്നെ മുസന്നിഫീങ്ങളുടെ കിതാബുകൾ, ആ കിതാബുകളുടെ ഓരോ വിഷയങ്ങളും എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ, ആ മുസന്നിഫ് ഗ്രന്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പരിഭാഷകൾ മാത്രം വായിച്ചപ്പോഴാണ് എക്സ് മുസ്ലിമീങ്ങൾ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിൻ്റെ ഇത്ഖാൻ എന്ന് പറയുന്നതായ കിതാബിൽ സുയൂത്തി ഇമാം തങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഈ സാധുക്കൾക്ക് മനസ്സിലായില്ല. സുയൂത്തി ഇമാം ഒരു ഹദീസ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ മറുപടി പറയുന്നുണ്ട്. ഈ പാവങ്ങളാകുന്നത് ഹദീസ് മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറ്റു മുസ്ലിമീങ്ങൾക്കാർക്കും കിട്ടാത്തതായ പുതിയ വിഷയങ്ങൾ ഞങ്ങൾക്കിതാ കിട്ടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കലാമിനെയും ഹദീസിനെയും വിമർശിക്കുന്നു. പക്ഷേ ശേഷം പറയുന്നതായ ഒരു വിഷയം എടുത്തുകൊണ്ട് വന്നിട്ട് ആദ്യം ആ വിഷയം പറയുന്നു, എന്നിട്ട് മറുപടി പറയുന്നു. പക്ഷേ മറുപടി എന്താണെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാരണം കിതാബ് വായിച്ചു നോക്കണ്ട. കാരണം ഇവർക്കാകെ കൂടി കിട്ടിയത് പരിഭാഷ മാത്രമാണല്ലോ. നമുക്ക് കാണാം, ഇത്ഖാൻ വായിച്ചു കൊണ്ടിട്ട് ഖുർആൻ പഠന പരമ്പര തുടങ്ങിയവർ
ഖാലൽ അഇമ്മത്തു ഇമാമീങ്ങൾ പറയുന്നു. ഇത്തഖാനിൻ്റെ ഇബാറത്താണ് പറയുന്നത്. ഇമാം സുയൂത്തി തങ്ങളുടെ ഇത്തഖാൻ വായിച്ചു കൊണ്ടിട്ട് ഖുർആനിനെ വിമർശിക്കുന്നവർ ഖാലൽ ഇത്തഖാനിൽ തന്നെ പറയുന്നു, ഖാലൽ അഇമ്മത്തു ഇമാമീങ്ങൾ പറയുന്നു, ലാ യജൂസു ലി അഹദിൻ ആർക്കും അനുവദന്യമല്ല അൻ യുഫസ്സിറ കിതാബല്ലാഹ് അള്ളാഹുവിൻ്റെ കിതാബിനെ സംബന്ധിച്ച് വിശദീകരിക്കൽ ഒറ്റ മനുഷ്യർക്കും അനുവദന്യമല്ല. ഇല്ലാ ബഅദ അൻ യഅരിഫ മിൻഹു ആ ഖുർആനിൽ നിന്നും അവൻ മനസ്സിലാക്കിയതിന് ശേഷമല്ലാതെ അന്നാസിഖ വൽ മൻസൂഖ. ഇത്തഖാനിൽ സുയൂത്തി ഇമാം പറയുന്നു, ഇമാമീങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട്, ഖുർആനിൻ്റെ നാസിഖായ ആയത്തുകൾ ഏതാണ്, മൻസൂഖായ ആയത്തുകൾ ഏതാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമല്ലാതെ ഖുർആനിൻ്റെ വിശദീകരണം പറയുവാൻ ആർക്കും സാധ്യമല്ല എന്ന് പറഞ്ഞതിന് ശേഷം നാസിഖ് മൻസൂഖ് ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി നാസിഖിൻ്റെയും മൻസൂഖിൻ്റെയും കുറേ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഇവർ ഉദ്ദേശം, മുസന്നിഫിൻ്റെ ഉദ്ദേശം പരിഭാഷ മാത്രം വായിച്ചപ്പോഴെന്താണെന്ന് മനസ്സിലാക്കാതെ സുയൂത്തിമാൻ കൊണ്ടുവന്ന മൻസൂഖായ ആയത്തുകളെയെല്ലാം ഇവരെന്താണ് ഖുർആനിൽ നിന്നും നഷ്ടപ്പെട്ടു പോയതാണ്, ഖുർആനിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. തുടർന്ന് ഇത്തഖാനിൽ പറയുന്നു, തംബീഹിട്ട് തന്നെ പറയുന്നു. പരിഭാഷ വായിക്കുന്നവർക്ക് എന്ത് തംബീഹ്? ഖാല ഇബ്നുൽ ഹസ്സാർ അന്നഹു യുർജഉ ഫിൻ നസ്ഖ് ഇലാ നഖ്ലിൻ സരീഹൻ. ഒരു ആയത്ത് മൻസൂഖാണ്, നാസിഖാണ്, ഇതെങ്ങനെ മനസ്സിലാക്കപ്പെടുമെന്ന് തുടർന്ന് ഇത്തഖാനിൽ സുയൂത്തി ഇമാം പറയുകയാണ്, നസ്ഖിലേക്ക് മടങ്ങപ്പെടേണ്ടത് ഇലാ നഖ്ലിൻ സരീഹിൻ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പക്കൽ നിന്നും വ്യക്തമായ, അത് തന്നെ സൂചനയായാൽ പറ്റുകയില്ല, സ്വരീഹായ പദം തന്നെ വേണം. അവിടെ ഭാവന പറ്റുകയില്ല, സ്വരീഹ് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് വ്യക്തമായ നക്കല് കൊണ്ട് മാത്രമേ നാസിഖും മൻസൂഖും സ്ഥിരപ്പെടുത്താൻ പറ്റുകയുള്ളൂ. ഔ അൻ സ്വഹാബിയൻ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും നേരിട്ട് മുത്തസിലായ പരമ്പരയിൽ കൂടെ സ്വഹാബിയെ തൊട്ട് യഖൂലു സ്വഹാബി പറയണം, ആയത്തു കദാ നസഖത്ത് കദാ, ഈ ആയത്തിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ ആയത്ത് നാസിഖാണ്, രണ്ടാമത്തെ ആയത്ത് മൻസൂഖാണ് എന്ന് സ്വഹാബി പറയുകയോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് വ്യക്തമായ നഖലിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ടാൽ മാത്രമേ നാസിഖും മൻസൂഖും സ്ഥിരപ്പെടുകയുള്ളൂ എന്ന് വിശദീകരിച്ചുകൊണ്ട് അതിൻ്റെ ചരിത്രമാണ് ഇമാം സുയൂത്തി തങ്ങൾ തൻ്റെ ഇത്തഖാനിൽ വിശദീകരിക്കുന്നത്. ഖാല ഇബ്നുൽ ഹസ്സാർ എന്നവർ പറയുന്നു, വലാ യുഅ്തമദ് ഫിൻ നസ്ഖ്, ഖുർആനിൽ ഇന്ന ആയത്ത് നസ്ഖാണ് എന്നതിനെ അതേ വിശ്വസിക്കാൻ പറ്റുകയില്ല, അതിനെ ആസ്പദിക്കാൻ പറ്റുകയില്ല. ഖൗല അവാമിൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങളിൽ നിന്നുള്ള അതേ സാധാരണക്കാരായ മുഫസ്സിരീങ്ങളെന്ന് പറഞ്ഞാൽ ഗവേഷണത്തിൻ്റെ ഇജ്തിഹാദിൻ്റെ പദവിയിലേക്ക് എത്താത്തതായ മുഫസ്സിരീങ്ങളുടെ വാക്കുകൊണ്ട് ബൽവല ഇജ്തിഹാദിൽ മുജ്തഹിദീന മിൻ ഗൈരി നഖ്ലിൻ സ്വഹീഹിൻ, നേരത്തെ പറഞ്ഞ ശരിയായ വ്യക്തമായ തെളിവുകൾ കൂടാതെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മുജ്തഹിദീങ്ങളുടെ, ഗവേഷണം നടത്തുന്നവരുടെ ഗവേഷണം കൊണ്ട് ഗവേഷണം നടത്താനുള്ള പദവിയിലേക്ക് ഉയരാത്തവരുടെ വാക്കുകൊണ്ട് ഒരായത്ത് നാസിഖാണ് മൻസൂഖാണെന്ന് സ്ഥിരപ്പെടുത്താൻ പറ്റുകയില്ല. ഇതും ഇത്തഖാനിൽ പറയുന്നതാണ്. ഇത്തഖാൻ വായിച്ചുകൊണ്ട് ഖുർആൻ വിമർശിക്കുന്നവർക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ല. കാരണം അവർ അറബി അല്ലല്ലോ വായിക്കുന്നത്. അവർക്ക് പരിഭാഷ മാത്രം ആരെങ്കിലും എഴുതി കൊടുത്താൽ പരിഭാഷ മാത്രമാണല്ലോ ഉള്ളത്. തുടർന്ന് ഇത്തഖാനിൽ പറയുന്നു, ഇത്തഖാൻ വായിച്ചുകൊണ്ട് വിമർശിക്കുന്നവർ അന്നസ്ഖു ഫിൽ ഖുർആൻ, ഖുർആനിൽ നസ്ഖ് അലാ സലാസത്തി അദ്റുബൻ, ഇത്തഖാനിനെ ആധികാരികമാക്കിക്കൊണ്ടിട്ട് ഇത്തഖാനിൻ്റെ പരിഭാഷ വായിച്ചുകൊണ്ട് ഖുർആൻ പഠന പരമ്പര എന്നതിൻ്റെ പേരിലായി പരിശുദ്ധ ഖുർആനിനെ വിമർശിക്കുന്നവർ അവർ കാണിക്കുന്നതായ അതേ എന്താണ് പാടില്ലാത്തതായ പ്രവൃത്തിയെ തുറന്നു കാണിക്കുകയാണ് നാം ചെയ്യുന്നത്. നാം ശ്രദ്ധിക്കുക. ഇത്തഖാനിൽ പറയുന്നുണ്ട് 3 രൂപത്തിലാണ് നസ്ഖുള്ളത്. ഒന്നാമത്തത് മാ നുസ്ഖ തിലാവത്തുഹു വ ഹുക്മുഹു മഅൻ, പാരായണവും
അതോടൊപ്പം തന്നെ ആ പാരായണത്തിൻ്റെ ആ ആയത്തിൻ്റെ നിയമങ്ങളും അതിൻ്റെ പാരായണവും രണ്ടും ഒരുമിച്ച് നസ്ഖ് ചെയ്യപ്പെട്ടത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന ഫീമാ ഉൻസില, ഇറക്കപ്പെട്ട ഖുർആനിലുണ്ടായിരുന്നു അശ്റു റളആത്തിൻ മഅലൂമാത്തിൻ, അറിയപ്പെട്ടതായ 10 പ്രാവശ്യം പാല് കൊടുക്കണമെന്ന്. ഫനുസ്ഖനാ ബിഖംസിൻ മഅലൂമാത്തിൻ, അത് 5 പ്രാവശ്യം പാല് കൊടുക്കുക എന്നതുകൊണ്ട് മൻസൂഖാക്കപ്പെട്ടതാണ്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസ് മറുപടി പറയാൻ വേണ്ടിയിട്ട് സുയൂത്തി ഇമാം കൊണ്ടുവന്ന ഹദീസിന് പരിഭാഷ വായിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. ഫതുവഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ വഫാത്തായി. വഹുന്ന മിമ്മാ യുഖ്റഅ മിനൽ ഖുർആൻ, 10 പ്രാവശ്യം എന്നത് ഖുർആനിൽ നിന്നും വായിക്കപ്പെടുകയുണ്ടായിരുന്നു. ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ഹദീസിനെ സംബന്ധിച്ച് വഹുന്ന മിമ്മാ യുഖ്റഅ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്നും 10 പ്രാവശ്യം പാല് കൊടുക്കുമ്പോഴാണ് മുലകുടി ബന്ധം സ്ഥിരപ്പെടുന്നത് എന്ന ആയത്ത് ഞങ്ങൾ ഖുർആനിൽ നിന്നും പാരായണം ചെയ്യപ്പെടുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് എന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാക്കിന് വഉജീബ, മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് സുയൂത്തി ഇമാം കൊണ്ടുവന്നത്. പക്ഷെ മറുപടി ചിലർ വെട്ടിക്കളഞ്ഞു. ഉജീബ, സുയൂത്തി ഇമാമിൻ്റെ ഇത്തഖാനിൻ്റെ ബാക്കിയാണ്. ഈ ഹദീസ് വായിക്കും, ഈ ഹദീസിൻ്റെ താഴെ പറയുന്നത് എന്താണ്, അവർക്ക് വായിക്കാൻ കിട്ടുന്നില്ല, കാരണം കണ്ണ് കാണാത്തത് കൊണ്ടായിരിക്കാം. ഉജീബ ബി അന്നൽ മുറാദ ഖാറബൽ വഫാത്ത്, ഇവിടെ തുവഫിയ എന്ന പദത്തിൻ്റെ അർത്ഥം ഖാറബൽ വഫാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അടുത്ത സമയത്ത് ഞങ്ങളിങ്ങനെ ഓതിയിരുന്നു എന്നാണ് ഒരർത്ഥം. അല്ലെങ്കിൽ ഔ അന്ന തിലാവത്താനു സിഹത്ത് ഐലൻ വലം യബ്ലഉ ദാലിക കുല്ലൻ നാസി ഇല്ലാ ബഅദ വഫാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്തുകൾ 10 പ്രാവശ്യം എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ മൻസൂഖാണ്. പക്ഷെ ആ മൻസൂഖായ വിഷയം വലം യബ്ലഉ ദാലിക കുല്ലൻ നാസി, എല്ലാവർക്കും ആ വാർത്ത ലഭിച്ചത്, എല്ലാവരിലേക്കും എത്തിയത്, സ്വഹാബത്തിൽ നിന്നുള്ള എല്ലാവർക്കും കിട്ടിയത് ബഅദ വഫാത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ വഫാത്തിന് ശേഷമാണ്. വതുഫിയ വബഅദുൻ നാസി യഖറഉഹാ, അപ്പോൾ നബി തങ്ങൾ വഫാത്താകുമ്പോഴും ഈ ആയത്ത് മൻസൂഖാണ് എന്ന് ലഭിക്കാത്തവർ ഓതിക്കൊണ്ടിരുന്നു എന്നാണ് ഈ ഹദീസിൻ്റെ മറുപടി. ഇമാം സുയൂത്തി തങ്ങൾ തന്നെ തൻ്റെ ഇത്തഖാനിൽ പറയുകയാണ്. ഖുർആൻ വിമർശകർ മറുപടി കാണുന്നില്ല, ഹദീസ് മാത്രം കാണുന്നു. എന്നിട്ട് അവരിതൊക്കെ പഠിച്ചവരാണ്. അതേ മദ്രസയിലെ ഉസ്താദുമാർ അതൊക്കെ എന്താണ് അട്ടിമറി നടത്തി മൂടി വച്ചിരിക്കുകയാണെന്നാണ് ഇവരെന്താണ് സമൂഹ മധ്യത്തിൽ വന്നുകൊണ്ട് വിളിച്ചു കൂകുന്നത്. രണ്ടാമത്തെ രൂപം അൽ-അർബുസാനി ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. സുയൂത്തി ഇമാം സംഭവങ്ങൾ മുഴുവനും ചരിത്രം യഥാർത്ഥ രൂപത്തിൽ വിശദീകരിച്ചുകൊണ്ട് മറുപടി പറയുകയാണ്. ചിലരെന്താണ് ആ സംഭവം പറയുന്ന മറുപടി എടുത്ത് വിഴുങ്ങിക്കളഞ്ഞിരിക്കുകയാണ്. അൽ-അർബുസാനി രണ്ടാമത്തെ വിഭാഗം. മൻസൂഖിൻ്റെ ഒന്നാമത്തത് തിലാവത്തും ഹുക്മുൻ നസ്ഖ് ചെയ്യപ്പെട്ടത്, രണ്ടാമത്തത് മാ നുസ്ഖ ഹുക്മുഹു ദൂന തിലാവത്തിഹി, നിയമം ആ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ആശയം മൻസൂഖാണ്, അതിൻ്റെ പാരായണം മൻസൂഖല്ല. വഹുവാരൽ ഹഖീഖത്തെ ഖലീലുൻ ജിദ്ദ, തോന്നിപ്പിക്കുന്നത് ധാരാളമുണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ ഈ രൂപത്തിലുള്ളത് ഹുക്മ് മൻസൂഖും പാരായണം നിലനിന്നിട്ടുള്ളതായ ആയത്തുകൾ വളരെ അപൂർവമാണെന്നാണ് സുയൂത്തി ഇമാം പറയുന്നു. ധാരാളം ഉദാഹരണങ്ങളും പറയുന്നു. അൽ-അർബുസാനി മൂന്നാമത്തത് മാ നുസ്ഖ തിലാവത്തുഹു, പാരായണം നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ദൂന ഹുക്മിഹി, ഹുക്മിനെ കൂടാതെ. അതായത് ആ ആയത്ത് ഓതൽ കൊണ്ട് തഅബ്ബുദിയ്യത്തില്ല, ആയത്ത് ആ പദങ്ങൾ വായിക്കണം എന്നത് ഇബാദത്തല്ല, നിർബന്ധമില്ല, കൽപ്പനയില്ല. പക്ഷെ അതിൻ്റെ നിയമങ്ങൾ നിലവിലാണ്. പാരായണം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ നിയമങ്ങൾ നിലനിൽക്കുന്നു. വഅംസിലത്തു ഹാദൽ ലർബി കസീറത്തുൻ, പാരായണം ഒഴിവാക്കപ്പെട്ട നിയമങ്ങൾ നിലനിൽക്കുന്ന ധാരാളം ആയത്തുകളുണ്ടായിരുന്നു എന്നതിന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. സുയൂത്തി ഇമാം പറയുന്നു, മൻസൂഖിൻ്റെ കൂട്ടത്തിൽ നിന്നും മൂന്നാമത്തെ മൻസൂഖ് പാരായണം ഒഴിവാക്കപ്പെട്ടത് നിയമം നിലനിൽക്കലോടുകൂടി.
നിയമം നിലനിൽക്കലോടുകൂടി പാരായണം ഒഴിവാക്കപ്പെട്ടത്. വ അംസിറത്തു ഹാദൽ അറബി കസീറത്തുൻ, ഇതിൻ്റെ ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. ഈ ധാരാളമുണ്ട് എന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സുയൂത്തി ഇമാം കൊണ്ടുവന്നതെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാനത്തു സൂറത്തുൽ അഹ്സാബ്, സൂറത്തുൽ അഹ്സാബ് ആയിരുന്നു തുഖറ, ഓതപ്പെടുമായിരുന്നു. ഫി സമനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ കാലഘട്ടത്തിൽ അതാ സൂറത്തുൽ അഹ്സാബ് ഓതിയിരുന്നു. മിഅത്തൈ ആയത്തിൻ, 200ഓളം ആയത്തുണ്ടായിരുന്നു. ഫലമ്മാ കതബ ഉസ്മാനു, സയ്യിദനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുതിയപ്പോൾ, അൽ മസാഹിഫ, മുസ്ഹഫിലായിട്ട് പകർത്തിയപ്പോൾ, ലം യഖ്ദർ മിൻഹാ ഇല്ലാ അലാ മാ ഹുവൽ ആൻ, ഇപ്പോഴുള്ളതായ ആയത്തുകൾ മാത്രമാണ് എഴുതിയത്, ബാക്കിയുള്ളതെല്ലാം മൻസൂഖായിരുന്നു എന്ന് വിശദീകരിക്കാനാണ് ഈ ഹദീസ് കൊണ്ടുവന്നത്. കാരണം പാരായണം ദുർബലപ്പെടുകയും നിയമം നിലവിലുള്ളതായ ധാരാളം ആയത്തുകളുണ്ട് എന്ന് വിശദീകരിക്കാൻ കൊണ്ടുവന്നതായ ഈ ഹദീസിനെയാണ് പരിഭാഷക്കാരെന്ത് ചെയ്യുന്നു? പരിശുദ്ധ ഖുർആനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ പാരായണം ചെയ്തതായ ധാരാളം ആയത്തുകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ക്രോഡീകരണ സമയത്ത്, അതായത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പകർത്തിയതായ സമയത്ത് അതാ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നു എന്ന് അത് ഞങ്ങൾ കണ്ടെത്തി. യഥാർത്ഥത്തിൽ യത്തഖാനിൽ കൊണ്ടുവന്നത് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ്. ആ മറുപടി പറയുക എന്നതിനെ പൂഴ്ത്തി വച്ചിരിക്കുകയാണ്. തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്. സിർ ബിൻ ഹുബൈഷ് റളിയല്ലാഹു അൻഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്നു. ഖാല, സിർ ബിൻ ഹുബൈഷ് എന്നവർ പറയുന്നു, ഖാല ലി ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു എന്നോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയതായ അതേ ഹാഫിളീങ്ങളിൽപ്പെട്ട ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു എന്നോട് ചോദിച്ച്, കഅയ്ന തഅദ്ദു സൂറത്തുൽ അഹ്സാബ്, സൂറത്തുൽ അഹ്സാബിന് എത്ര ആയത്താണ് നിങ്ങൾ കണക്കാക്കുന്നത്? ഖുൽതു, ഞാൻ പറഞ്ഞു, ഇസ്നത്തൈനി വസബഈന ആയത്തൻ ഔ സലാസൻ വസബഈന ആയത്തൻ, 72 അല്ലെങ്കിൽ 73 ആയത്താണ്. ഖാല, ഈ സമയത്ത് ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തീർച്ചയായിട്ടും കാര്യം കാനത്ത് സൂറത്തുൽ അഹ്സാബ് ആയിരുന്നു, ലതഅദലു സൂറത്തുൽ ബഖറ, അൽ ബഖറ സൂറത്തിനോട് അതെ കിടപിടിക്കുന്നതായിരുന്നു. വൈൻ, തീർച്ചയായിട്ടും കുന്നാ ഞങ്ങളായിരുന്നു, ലനഖറഉ ഫീഹാ ആയത്തർ റജ്മി, അതേ വ്യഭിചാരികളെ റജ്മ് ചെയ്യണമെന്ന, എറിയണം എന്നതായ ആയത്ത് ഞങ്ങൾ പാരായണം ചെയ്തിരുന്നു. അപ്പോഴതാ റാവി പറയുന്നു, ഖുൽതു, ഞാൻ ചോദിച്ചു, വമാ ആയത്തുർ റജ്മി, ഏതാണ് ആ റജ്മിൻ്റെ ആയത്ത്? ഖാല, ഇദാ സന ശൈഖു വശൈഖതു ഫർജുമുഹുമാ അൽബത്തത നകാലം മിനല്ലാഹ് വല്ലാഹു അസീസുൻ ഹകീം എന്ന് പറയുന്ന. പ്രിയമുള്ളവരെ, ധാരാളം ആയത്തുകളുടെ പാരായണം മൻസൂഖായിട്ടുണ്ട്, അതിൻ്റെ നിയമങ്ങൾ നിലവിലുണ്ട് എന്ന് വിശദീകരിക്കുന്നതായ ഹദീസുകളെയാണ് ഈ വിഭാഗം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഓതിയതായ മൻസൂഖായ ആയത്തുകൾ, അത് ഖുർആനിൽ പെട്ടതല്ല. അത് ഖുർആനിൻ്റെ താരീഫ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മൻസൂഖായ ആയത്തുകൾ എന്തുകൊണ്ട് ഖുർആനിൽ വന്നില്ല എന്ന് ചിലർ ചോദിക്കുന്നത്. അതെ, അൽ മുതഅബ്ബദു ബിതിലാവത്തിഹി, ഖുർആന്റെ താരീഫിൽ അൽ മുതഅബ്ബദു ബിതിലാവത്തിഹി, പാരായണം കൊണ്ട് കൽപ്പിക്കപ്പെട്ടത്, പാരായണം കൊണ്ട് കൽപ്പിക്കപ്പെട്ടത് എന്ന ഭാഗത്തിൽ കൂടെ പാരായണം കൊണ്ട് കൽപ്പിക്കപ്പെടാത്തതായ ഭാഗങ്ങൾ ഖുർആനിൽ പെട്ടതല്ല, മൻസൂഖായ ആയത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്ന് എൻ്റെ ആദ്യ ക്ലാസ്സുകളിൽ വിശദീകരിച്ചത് കൊണ്ട് വീണ്ടും ആവർത്തനത്തിലേക്ക് കടക്കുന്നില്ല. വീണ്ടും ഖാലഫിൽ ബർഹാൻ ഫി ഖൗലി ഉമർ, ഇതെല്ലാം ഈ വിമർശകർ ഉന്നയിക്കുന്നതായി ഇത്തഖാനിൻ്റെ പദങ്ങളാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ലൗലാ അൻ യഖൂലന്നാസു, ജനങ്ങളെങ്ങാനും പറയുമെന്ന് ഭയപ്പെട്ടിരുന്നില്ല എങ്കിൽ, സാദ ഉമർ ഫി കിതാബില്ല, അള്ളാഹുവിൻ്റെ കിതാബിൽ ഉമർ റളിയല്ലാഹു അൻഹു വർദ്ധിപ്പിച്ചു എന്ന് ജനങ്ങളെങ്ങാനും പറയുമെന്ന് ഭയപ്പെട്ടിരുന്നില്ല എങ്കിൽ, ലകതബതുഹ, ഞാൻ പ്രത്യേകം അടയാളപ്പെടുത്തിക്കൊണ്ട് ഞാൻ റജ്മിൻ്റെ ആയത്തിനെ എഴുതുമായിരുന്നു എന്ന് പറഞ്ഞു. എന്നതിനെ സംബന്ധിച്ച് എന്താണ്
അതാ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ലൗ കാനത്തി തിലാവത്തു ബാഖിയത്തൻ ലബാദറ ഉമറു എന്നാണ്. ഈ ആയത്ത് അത്രയും കൂടുതൽ പ്രാവശ്യം ഞങ്ങൾ എന്താക്കിയിരുന്നു, ഓതിയതാണ്. പക്ഷേ ലൗ കാനത്തി തിലാവത്തു, മൻസൂഹായ ആയത്തിൻ്റെ പാരായണം വല്ലതും ബാഖിയത്തൻ ശേഷിച്ചിരുന്നു എങ്കിൽ ലബാദറ ഉമറു, സയ്യിദന ഉമർ റളിയല്ലാഹു അൻഹു അതിൻ്റെ എഴുത്തുകൊണ്ടുളരുമായിരുന്നു. ഈ പറഞ്ഞതായ സംഭവങ്ങൾ മുഴുവനും സുയൂത്തി ഇമാം കൊണ്ടുവരുന്നത് മൻസൂഹായ ആയത്തുകളുടെ കൂട്ടത്തിൽ നിന്നും പാരായണം ഒഴിവാക്കപ്പെടുകയും നിയമങ്ങൾ പ്രാബല്യത്തിലുള്ള ധാരാളം ആയത്തുകളുണ്ട് എന്ന് ചരിത്രം വിശദീകരിക്കാൻ വേണ്ടി കൊണ്ടുവന്നതായ സംഭവങ്ങൾ മുഴുവനുമാണ്. അറബി ഭാഷയിലുള്ളതായ ഇമാം സുയൂത്തി തങ്ങളുടെ ഇത്തഖ്വാനിൽ പറഞ്ഞതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവർ പരിഭാഷ മാത്രം വായിച്ചുകൊണ്ട് മുസന്നിഫ് ഉദ്ദേശിച്ചതായ ആശയമല്ലാത്ത മറ്റൊരാശയത്തിലേക്ക് ഇവർ കടക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് നാം പരിഭാഷകളല്ല, ഖുർആനിൻ്റെ പരിഭാഷയാകട്ടെ, ഹദീസിൻ്റെ പരിഭാഷകളാകട്ടെ, മറ്റ് കിതാബുകളുടെ പരിഭാഷകളാകട്ടെ, പരിഭാഷകളല്ല മുസ്ലിം ഉമ്മത്ത് അംഗീകരിക്കുന്നത് അറബി ഭാഷയിലുള്ളതായ ഗ്രന്ഥങ്ങൾ. ആ അറബി ഭാഷയിലുള്ള ഗ്രന്ഥത്തിൽ അറബികളുടെ ഇസ്തിലാഹും അറബികളുടെ ശൈലിയും അവരുടെ നിർണയവും ഇത് രണ്ടും മാനദണ്ഡമാക്കിക്കൊണ്ടാണ് നാം മുന്നോട്ട് പോകേണ്ടത്. ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ കലാമിനെ സംബന്ധിച്ച്, അവൻ്റെ ഖുർആനിനെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ പരിശുദ്ധ ഖുർആൻ പരിഭാഷകൾക്കും അപ്പുറം എന്ന ഈ ഖുർആൻ പഠന പരമ്പര കേൾക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന എല്ലാവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ കലാമാകുന്ന ഖുർആൻ്റെ ബറക്കാത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ഗുരുനാഥന്മാർ, ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, നമ്മുടെ സഹപാഠികൾ, അവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരുടെ ബർസഖിയായ ജീവിതം ഏറ്റവും കൂടുതൽ സന്തോഷകരമാക്കി തീർക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.